ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇഡിയുടെ പരിശോധന. വൻ പോലീസ് സന്നാഹത്തെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. 9ാം തവണയാണ് ഹാജരാകാൻ ഇഡി കെജ്രിവാളിന് സമൻസ് നൽകുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈ സമൻസിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇഡിക്ക് മുന്നിൽ ഹാജരാകാതെ. അപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ കെജ്രിവാളിന്റെ വസതിയിൽ പരിശോധന നടത്തുന്ന സാഹചര്യം എന്തൊക്കെയാണ്? വിവരങ്ങൾ കൂടുതലായി. ലക്ഷ്മി, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഇഡി ഉദ്യോഗസ്ഥർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തിയിരിക്കുന്നത്. ഇന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും താൽക്കാലികമായി തന്നെ മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാവിലെ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും ഉച്ചതിരിഞ്ഞ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം നിരാകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മറ്റൊരു ഹർജി പരിഗണിക്കവേ ഡൽഹി ഹൈക്കോടതി എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിനോട് അതല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കാത്തത് എന്ന ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇതുകൂടാതെയാണ് കടുത്ത നടപടി പാടില്ല, അറസ്റ്റ് ഉൾപ്പെടെ തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നത് ഏപ്രിൽ 22ലേക്ക് മാറ്റുക കൂടി ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഡൽഹിയിലെ കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ടീം എത്തിയിരിക്കുന്നത്. ഈ വസതിക്കുള്ളിൽ പരിശോധന നടത്തുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ 9ാം തവണയാണ് ഇഡി ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകുന്നത്. ഈ 9 തവണയും കെജ്രിവാൾ ഈ സമൻസിനോട് പ്രതികരിക്കുകയോ അതല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ തയ്യാറാകുകയോ ചെയ്തില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളെപ്പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചിന്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതവണ കെജ്രിവാളിന്റെ വസതിയിൽ മുൻപും ഇഡി എത്തുന്നു, ഒപ്പം 9 തവണ സമൻസ് അയക്കുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാകുന്നില്ല. ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി ഡൽഹിയിൽ ഇത് മാറുകയാണ്. BJP കെജ്രിവാളിനെ വിമർശിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രംഗത്തെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകണം. ഭയമാണെങ്കിൽ അത് പറയണം, മറ്റെന്തെങ്കിലും കാരണമാണെങ്കിൽ അത് വ്യക്തമാക്കണം എന്നതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ AAPയുടെ വാദം എന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുവാനുള്ള ശ്രമമാണ് BJP EDയെ ഉപയോഗിച്ച് നടത്തുന്നത് എന്നതാണ് പ്രതിരോധം എന്ന നിലയിൽ ആം ആദ്മി മുന്നോട്ട് വയ്ക്കുന്ന വാദം. എന്തായാലും കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി എൻഫോഴ്സ്മെന്റ് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാകുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ഈ ഡൽഹി മദ്യനയം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഭാഗത്ത് കവിതയെ പോലെയുള്ള നേതാക്കൾ EDയുടെ കസ്റ്റഡിയിലാണ്. ഇത് കൂടാതെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലും ED റെയ്ഡ് നടക്കുന്നത്. ഗൗതം, ഈ ഒരു പക്ഷേ അറസ്റ്റിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാവുന്ന കാരണങ്ങൾ അതിൽ എത്രത്തോളം നിർണായകമാണ് EDയുടെ ഈ ഒരു പരിശോധന എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഊഹിക്കാം? ലക്ഷ്മി, മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് ഈ ഡൽഹി മദ്യനയ അഴിമതിയിൽ നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന നിരവധി തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്, കേന്ദ്ര ഏജൻസികളുടെ പക്കലുണ്ട് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരിക്കുന്നത്. ED ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് അരവിന്ദ് കെജ്രിവാളും ഒപ്പം ആം ആദ്മി പാർട്ടിയും അടിയുറച്ച് വിശ്വസിക്കുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ED സമൻസ് അയക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള പല AAP നേതാക്കളും ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് അകത്താണ്. അപ്പോൾ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യലിന് വിധേയനായാൽ സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടുന്ന നടപടികൾ തനിക്ക് നേരെ ഉണ്ടാകുമെന്ന കൃത്യമായ ധാരണ അത് കെജ്രിവാളിനുമുണ്ട്. ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട്. അതിനാലാണ് ഡൽഹി മുഖ്യമന്ത്രി ഈ ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 1-2 തവണയല്ല, 9 തവണ ഇതിനകം നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഞായറാഴ്ച നൽകിയ നോട്ടീസിന്റെ സമയപരിധി ഇന്നായിരുന്നു. ഇന്ന് ഹാജരാകണം എന്നതായിരുന്നു കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടത്. പല സമയങ്ങളിലും പല ന്യായീകരണങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത്. ED ഇത് വിട്ടുകളയുന്നുമില്ല, കെജ്രിവാളിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് വലിയ വിവാദമായി അല്ലെങ്കിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് കോടതിയുടെ ഭാഗത്ത് നിന്നുകൂടി അരവിന്ദ് കെജ്രിവാളിന് രക്ഷയില്ല. കാരണം ഇന്നലെ രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. എന്തുകൊണ്ടാണ് ഹാജരാകാത്തത്, എന്താണ് അരവിന്ദ് കെജ്രിവാളിന് ഇത്ര പ്രത്യേകത എന്ന ചോദ്യമാണ്
കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. താങ്കൾ ഒരു സാധാരണ പൗരനാണെന്ന ബോധ്യം വേണം എന്ന നിലയിലേക്കുള്ള പരാമർശം പോലും ഹൈക്കോടതി ജഡ്ജിമാരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നത് ശ്രദ്ധേയമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് നൽകിയ ഹർജിയിലും കെജ്രിവാളിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാൻ കോടതി വിസമ്മതിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക ടീം ഈ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് അല്പസമയം മുമ്പ് എത്തിയത്.